മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ്. മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തി മുസ്ലിം സമുദായത്തിൻ്റെ വൈജ്ഞാനിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് 1950 2115 നമ്പർ വഖഫ് ആധാരമായിട്ടാണ് ആ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് കോടതി അംഗീകരിച്ചതും വഖഫ് ട്രിബ്യൂണലിന് ബോധ്യപ്പെട്ടതുമായ വസ്തുതയാണ്. അങ്ങനെയുള്ളൊരു ഭൂമി അത് വഖഫ് ഭൂമിയല്ല എന്ന് വളരെ ലാഘവത്തോടെ പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വസ്തുതാവിരുദ്ധവും അപക്വവുമാണ് എന്നാണ് പറയാനുള്ളത്. ആ ആധാരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിൻ്റെ നടത്തിപ്പിനെ ഏൽപ്പിച്ച ഫാറൂഖ് കോളേജിന് അത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നാൽ മറ്റ് പല പൊതു സ്വത്തുക്കളും വഖഫ് ചെയ്യുമ്പോൾ വെക്കാറുള്ളത് പോലെ പിന്നീട് ആര് കൈകാര്യം ചെയ്യുമെന്നൊരു ഓപ്ഷൻ വെക്കാറുണ്ട്. അവിടെ അത് ഞങ്ങളുടെ കുടുംബം തന്നെയായിരിക്കും പിന്നീട് അവർക്ക് സാധിക്കാതെ വരുമ്പോൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഏത് ലക്ഷ്യത്തിനാണോ ഇത് വഖഫ് ചെയ്തത് ആ വിഷയത്തിൽ ഫാറൂഖ് കോളേജിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പം ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെ അനധികൃതമായ മാർഗത്തിലൂടെ ഈ സ്വത്ത് വിൽപ്പന നടത്തിയത് ആരാണ്, അതിന് കൂട്ടുനിന്നവരാരാണ്, ഇവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങി വഞ്ചിക്കപ്പെട്ട ആളുകൾക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇതിന് ഗവൺമെൻറ്റും വഖഫ് ബോർഡും ചേർന്ന് രമ്യമായ പരിഹാരമുണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.